ലോകത്ത് നിലവിൽ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണല്ലോ ദുബായ്. ദുബായിയുടെ ഈ വളർച്ചയ്ക്ക് പിന്നിൽ ഓയിൽ എക്സ്പോർട്ടിംഗ് ആണെന്നാണ് നമ്മളിൽ പലരുടെയും ചിന്ത. എന്നാൽ സത്യത്തിൽ 5% താഴെ മാത്രമാണ് ദുബായിയുടെ GDPക്ക് ഓയിൽ എക്സ്പോർട്ടിംഗ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദുബായിയുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ട്രേഡാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഗോൾഡ് ട്രേഡിംഗ്. ലോകത്തിലെ സ്വർണ്ണ വ്യാപാരത്തിൻ്റെ ഏതാണ്ട് 25% നടക്കുന്നത് ദുബായിലാണ്. പക്ഷേ ദുബായിൽ ഒരു സ്വർണ്ണഖനികളും ഇല്ല എന്നുള്ളതാണ് പരമമായ സത്യം. പിന്നെ എങ്ങനെയാണ് ദുബായ് സിറ്റി ഓഫ് ഗോൾഡ് ആയതെന്നും എന്തിനാണ് ലോകരാജ്യങ്ങൾ ദുബായിൽ വന്ന് സ്വർണം വാങ്ങിക്കുന്നതെന്നും ഇന്ത്യയിലേക്ക് ഇവിടെ നിന്നും എന്തുകൊണ്ടാണ് സ്വർണം കൊണ്ടുവരാൻ കഴിയാത്തത് എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ദുബായിയുടെ സമ്പദ് വ്യവസ്ഥയുടെ വലിയൊരു ഭാഗം വരുന്നത് സ്വർണ്ണ കച്ചവടത്തിൽ നിന്നും അതിൻ്റെ എക്സ്പോർട്ടിൽ നിന്നുമാണെന്ന് മുൻപേ സൂചിപ്പിച്ചല്ലോ. ദുബായിൽ പോകുന്ന ഒരു ടൂറിസ്റ്റും അവിടെ നിന്ന് സ്വർണം വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കാതെ മടങ്ങില്ല. കാരണം ഇത്രയും പ്യൂരിറ്റിയുള്ള സ്വർണം ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന മറ്റൊരു സ്ഥലവും ഉണ്ടാകില്ല. ദുബായിലെ മറ്റൊരു വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ മാർക്കറ്റിൽ വിൽക്കുന്ന ഓരോ കഷ്ണം സ്വർണവും ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് എന്നുള്ളതാണ്. DMCC അഥവാ ദുബായ് മൾട്ടി കമ്മോഡിറ്റീസ് സെൻറ്റർ, ദുബായ് മുനിസിപ്പാലിറ്റി എന്നിവർ ഇതൊക്കെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതായത് അവിടെ വിൽക്കുന്ന സ്വർണത്തിനെല്ലാം ഗവൺമെൻറ് അംഗീകരിച്ച ഹാൾമാർക്ക് ഉണ്ടായിരിക്കും. ഗുണനിലവാരത്തിൽ ഒരു തരി പോലും വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന് സർക്കാർ തന്നെ ഉറപ്പു നൽകുന്നുണ്ട്. എത്ര ക്യാരറ്റാണെന്നത് മാത്രമല്ല അതിൻ്റെ തൂക്കവും മേക്കിംഗ് ചാർജുമൊക്കെ ആ ഹാൾമാർക്കിൽ വ്യക്തമാക്കിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തെവിടെയും ദുബായ് ഗോൾഡ് എന്നതിന് ഇത്രയും വലിയ പ്രശസ്തി വന്നത്. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ ഏതൊരു സാധാരണക്കാരൻ്റെയും മനസ്സിൽ വരുന്ന ചോദ്യമായിരിക്കും, ദുബായിയുടെ മാർക്കറ്റിൽ ഇത്രയും ശുദ്ധമായ സ്വർണം യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത്. UAEയിലെ ഭൂപ്രകൃതി നോക്കിയാൽ ഭൂരിഭാഗവും മരുഭൂമിയാണ്. അവിടെ സ്വർണമോ വെള്ളിയോ ഒന്നും ഖനനം ചെയ്തെടുക്കാൻ കഴിയില്ല. ദുബായിയുടെ സ്വർണ്ണശേഖരത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുൻപ് നമുക്ക് സ്വർണം എങ്ങനെ ഭൂമിയിൽ ഉണ്ടാകുന്നു എന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ബഹിരാകാശത്തുണ്ടായ നക്ഷത്ര സ്ഫോടനങ്ങളിൽ നിന്നാണ് സ്വർണം ഉണ്ടായതെന്നും ഉൽക്കാവർഷങ്ങളിലൂടെ ഇത് ഭൂമിയിൽ എത്തിയെന്നുമാണ് ശാസ്ത്രീയ നിഗമനം. ഭൂമിയുടെ ഉൾഭാഗത്തെ അതിശക്തമായ ചൂടിലും മർദ്ദത്തിലും ഉരുകിയ നിലയിലായിരുന്നു സ്വർണം. അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെയും ഭൂമിക്കടിയിലെ നീരുറവകളായും പാറക്കൂട്ടങ്ങൾക്കിടയിൽ എത്തിച്ചേരുന്നു. പ്രധാനമായും ക്വാർട്സ് പാറകൾക്കിടയിലാണ് സ്വർണ്ണശേഖരം കാണപ്പെടുന്നത്. കാലക്രമേണ പ്രകൃതിക്ഷോഭങ്ങൾ കാരണം ഈ പാറകൾ പൊട്ടിത്തകരുകയും നദികളിലെ ഒഴുക്കിലൂടെ സ്വർണ്ണത്തരികൾ മണലിലും മറ്റും കലരുകയും ചെയ്യുന്നു. സ്വർണം ഖനനം ചെയ്തെടുക്കാൻ പ്രധാനമായും 2 രീതികളാണ് ഉപയോഗിക്കുന്നത്. അതിലൊന്നാമത്തേത് പ്ലേസർ മൈനിങ്, രണ്ടാമത്തേത് ഹാർഡ് റോക്ക് മൈനിങ്. നദികളിലെ മണലിൽ നിന്ന് സ്വർണ്ണത്തരികൾ വേർതിരിച്ചെടുക്കുന്ന ലളിതമായ രീതിയാണ് പ്ലേസർ മേക്കിംഗ്. എന്നാൽ ഭൂമിക്കടിയിൽ ആഴത്തിലുള്ള പാറക്കൂട്ടങ്ങളിൽ നിന്ന് സ്വർണം വേർതിരിക്കാൻ വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് തുരങ്കങ്ങൾ നിർമ്മിക്കുന്നതാണ് ഹാർഡ് റോക്ക് മൈനിങ്. ഇങ്ങനെ ഖനനം ചെയ്തെടുക്കുന്ന സ്വർണ്ണപ്പാറകൾ വലിയ ഫാക്ടറികളിൽ എത്തിച്ച് പൊടിക്കുകയും രാസപ്രവർത്തനങ്ങളിലൂടെ, ഉദാഹരണത്തിന് സയനൈഡ് പ്രോസസ്സിംഗ് വഴിയൊക്കെ സ്വർണത്തെ മറ്റ് ലോഹങ്ങളിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്തെടുക്കുന്നു. പിന്നീട് ഇത് ഉരുക്കി കട്ടകളാക്കി മാറ്റുകയും പ്യൂരിഫൈ ചെയ്ത് അതിനനുസരിച്ച് തരം തിരിക്കുകയും ചെയ്യുന്നു. പക്ഷേ മുൻപ് പറഞ്ഞതുപോലെ ദുബായിലോ UAEയിലോ സ്വന്തമായി സ്വർണ്ണഖനികളില്ല, ഗോൾഡ് മൈനിങ്ങുകൾ ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ UAE ബുദ്ധിപരമായി ലോകത്തെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് സ്വർണം ഇറക്കുമതി ചെയ്യാനും അത് റിഫൈൻ അഥവാ ശുദ്ധീകരിക്കുകയുമാണ് ചെയ്യുന്നത്. ദുബായ് ഒരു ഗോൾഡ് മാർക്കറ്റ് ആണെങ്കിലും ഇതിൻ്റെ വലിയൊരു ഭാഗം സ്വർണവും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. ആഫ്രിക്ക മാത്രമല്ല, തെക്കേ അമേരിക്കയിൽ നിന്നുള്ള ഗോൾഡും ഇവിടെ എത്തുന്നുണ്ട്. ചുരുക്കത്തിൽ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള നെറ്റ്വർക്കുകൾ വഴിയാണ് ദുബായിലേക്ക് സ്വർണം ഒഴുകുന്നത്. പക്ഷേ ഇതൊക്കെ പൂർണ്ണമായും ഇല്ലീഗൽ ഗോൾഡാണെന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം ചില രാജ്യങ്ങളിൽ നിന്ന് സർക്കാർ അനുമതിയോടെ തന്നെയാണ് സ്വർണം ഇമ്പോർട്ട് ചെയ്യുന്നത്. ഉദാഹരണത്തിന് സുഡാൻ, സെൻട്രൽ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നൊക്കെ ഗവൺമെൻറ് പെർമിഷനോടെയാണ് ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ എല്ലാ സ്വർണവും കൃത്യമായ രേഖകളോടെയാണ് വരുന്നത് എന്നും കരുതരുത്. ചില രാജ്യങ്ങളിൽ നിന്ന് രേഖകളിൽ കൃത്യതയില്ലാതെയും സ്വർണം എത്തുന്നുണ്ട്. ഇതിലൊരു ഡാർക്ക് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ആഫ്രിക്കയിലെ സ്വർണ്ണഖനികളിൽ ജോലി ചെയ്യുന്നവർക്ക് വലിയ രീതിയിലുള്ള ചൂഷണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ്.
ചിലയിടങ്ങളിൽ ചെറിയ കുട്ടികളെ വരെ ഈ പണിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ എടുക്കുന്ന സ്വർണ്ണമാണ് പിന്നീട് റിഫൈൻ ചെയ്ത് ദുബായ് മാർക്കറ്റിൽ കൂടുതലായി എത്തുന്നത്. അതിനു മുൻപായി നിങ്ങളുടെ ഫ്യൂച്ചർ സാമ്പത്തികമായി സുരക്ഷിതമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ കാലത്ത് കൃത്യമായി പഠിച്ചാൽ മാർക്കറ്റ് മുകളിലേക്ക് പോയാലും താഴേക്ക് പോയാലും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡിങ്ങിലൂടെയൊക്കെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നല്ല ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് സിമ്പിളും പവർഫുള്ളുമായിട്ടുള്ള ഒരു ട്രേഡിംഗ് ആപ്പ് പരിചയപ്പെടുത്തുന്നത്. അതാണ് മാർക്കറ്റ് വോൾഫ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കാനും കറക്റ്റ് ഡിസിഷൻസ് എടുക്കാനും മാർക്കറ്റ് വോൾഫിലെ എക്സ്പേർട്ടുകൾ നിങ്ങളെ സഹായിക്കും. ഇതൊരു സെബി രജിസ്റ്റേർഡ് ആപ്പാണ്. വെറും 99 രൂപയുടെ ലൈഫ് ടൈം ഫീസിൽ നിങ്ങൾക്ക് ഇതിൽ ട്രേഡിംഗ് തുടങ്ങാം. ഞാൻ ഇവിടെ ആപ്പിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഫോളോ ട്രെൻഡ് എന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു, ട്രേഡ് പ്ലേസ് ചെയ്തു. എൻ്റെ ട്രേഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഈ ഫോളോ ട്രെൻഡ് ഫീച്ചറിൻ്റെ പ്രത്യേകത മറ്റുള്ളവർ ലാഭമുണ്ടാക്കിയ റിയൽ ടൈം ട്രേഡുകൾ നമുക്ക് ഇതിൽ കാണാം എന്നുള്ളതാണ്. ഇതിലൂടെ നിങ്ങൾക്കും ആ പ്രോഫിറ്റബിൾ ട്രേഡുകൾ ചെയ്യാൻ സാധിക്കും. വളരെ ചെറിയൊരു എമൗണ്ട് വെച്ചും നിങ്ങൾക്കിവിടെ ട്രേഡിംഗ് തുടങ്ങാവുന്നതാണ്. ഇനി വലിയ നഷ്ടം വരുമോ എന്ന് പേടിയുള്ളവർക്ക് ഇതിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഫീച്ചറുമുണ്ട്. അതായത് നഷ്ടം ഒരു പരിധിയിലെത്തിയാൽ ഓട്ടോമാറ്റിക്കായി ട്രേഡ് സ്റ്റോപ്പ് ആകും. അതുകൊണ്ട് നിങ്ങളുടെ പണം കൂടുതൽ നഷ്ടപ്പെടില്ല. ഇപ്പോഴും ട്രെൻഡിനനുസരിച്ച് ട്രേഡ് റൺ ആവുകയാണ്. ഞാൻ സ്റ്റോപ്പ് ട്രേഡ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ 1971 രൂപ പ്രോഫിറ്റ് ബുക്കായി. ഇവിടെ നിങ്ങൾക്ക് ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് പോലുള്ള കമ്മോഡിറ്റികളിലും രാവിലെ 9 മണി മുതൽ രാത്രി 12 മണി വരെ എളുപ്പത്തിൽ ട്രേഡ് ചെയ്യാം. ഇതിലെ യൂസേഴ്സ് ഒരു ദിവസം 15,239 ഒരു മാസത്തിൽ 70,468 കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 5,03,940 രൂപയുമൊക്കെ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടത്രേ. ഈ ലാഭത്തിന് മാർക്കറ്റ് വോൾഫ് 1 രൂപ പോലും കമ്മീഷൻ എടുക്കുന്നില്ല. ഇന്ത്യയിലെ ജനങ്ങൾ ഫ്യൂച്ചർ സേഫ് ആക്കാൻ യൂസ് ചെയ്യുന്ന മാർക്കറ്റ് വോൾഫ് ആപ്പിന് ഇപ്പോൾ തന്നെ 2 മില്യണിലധികം ഡൗൺലോഡ്സ് ഉണ്ട്. സോ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. കണക്കുകൾ പ്രകാരം ഓരോ വർഷവും ആഫ്രിക്കയിൽ നിന്ന് 100 കണക്കിന് ടൺ സ്വർണ്ണമാണ് രേഖകളില്ലാതെ തന്നെ UAE പ്രോസസ്സ് ചെയ്യപ്പെടുന്നത്. അതിനാൽ തന്നെ ഇന്ന് ദുബായിൽ കിട്ടുന്ന മിക്ക ആഭരണങ്ങളും വളരെ ക്വാളിറ്റിയിൽ റിഫൈൻ ചെയ്തെടുത്ത സ്വർണ്ണത്തിലാണ് നിർമ്മിക്കുന്നത്. 2025 മാത്രം ദുബായ് ഗോൾഡ് എക്സ്ചേഞ്ചിൽ നടന്ന സെയിൽസ് ഏകദേശം $47 ബില്യൺ. അതായത് 4,41,435 കോടിയോളം ഇന്ത്യൻ രൂപ. സ്വർണം വാങ്ങാൻ ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും ആളുകൾ ദുബായിലേക്ക് വരുന്നുണ്ടെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ദുബായിലെ സ്വർണത്തിന് ഇത്രയും ഫാൻസ് ഉണ്ടാകാൻ കാരണം മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇവിടെ വില കുറവാണ് എന്നതും കൂടിയാണ്. ഇത്രയും വലിയ ടെക്നോളജിയും റിഫൈനിങ്ങും ഉണ്ടായിട്ടും സ്വർണത്തിന് എങ്ങനെ വില കുറയ്ക്കാൻ പറ്റുന്നു എന്നായിരിക്കും ഇപ്പോഴത്തെ നിങ്ങളുടെ ചോദ്യം. മറ്റ് രാജ്യങ്ങളെപ്പോലെ ഇവിടെ വലിയ ഇറക്കുമതി നികുതി അഥവാ ഇമ്പോർട്ട് ഡ്യൂട്ടി ഇല്ല എന്നതാണ് അതിൻ്റെ ഉത്തരം. അതുകൊണ്ടാണ് ഗോൾഡ് ബയേഴ്സിന് ദുബായ് ഒരു സ്വർണ്ണ പറുദീസയായി മാറുന്നത്. നമ്മൾ ദുബായിൽ നിന്ന് സ്വർണം വാങ്ങുമ്പോൾ അതിൻ്റെ വിലയും കൂടെ 5% വാറ്റും മാത്രം നോക്കിയാൽ മതി. പക്ഷേ ഇന്ത്യയിൽ GSTയും മറ്റ് നികുതികളും കൂടെ വരുമ്പോൾ സ്വർണത്തിന് നല്ല വില കൂടും. ഇത് സാധാരണക്കാർക്ക് വലിയൊരു ബാധ്യതയാണ്. രസകരമായ മറ്റൊരു കാര്യം എന്തെന്നാൽ 2018 ദുബായിൽ വാറ്റ് നിയമം വരുന്നത്. അതിനു മുൻപ് സ്വർണത്തിന് ഇതിലും കുറഞ്ഞ വിലയായിരുന്നു. പിന്നെ ദുബായിലെ എല്ലാ അംഗീകൃത ഷോപ്പുകളിലും ഒരേ വിലയായിരിക്കും ഉണ്ടാവുക. അന്താരാഷ്ട്ര വിപണിക്ക് അനുസരിച്ചാണ് അവിടെ വില നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വർണത്തിൻ്റെ ഒറിജിനൽ വിലയിൽ നമുക്ക് വില പേശാൻ കഴിയില്ല. നമ്മൾ ഏത് കടയിൽ പോയാലും അന്ന് മാർക്കറ്റിലുള്ള ഒരേ വില തന്നെ നൽകേണ്ടി വരും. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില കുറയുമ്പോൾ അതേസമയം ദുബായിലും വില കുറയും. പക്ഷേ നമുക്ക് ജ്വല്ലറിക്കാരുമായി അവിടുത്തെ പണിക്കൂലിയിൽ അഥവാ മേക്കിംഗ് ചാർജിൽ ബാർഗെയിൻ ചെയ്യാം. ദുബായിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഗോൾഡ് സൂക്ക് എന്ന വലിയ മാർക്കറ്റ്. 100 കണക്കിന് ഷോപ്പുകളുള്ള ഈ മാർക്കറ്റിൽ ഓരോ ദിവസവും കോടിക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് നടക്കാറുള്ളത്. സ്വർണത്തിൻ്റെ ക്വാളിറ്റിയിൽ ആരെങ്കിലും വഞ്ചന കാണിക്കുകയോ ഹാൾമാർക്കില്ലാതെ വിൽക്കുകയോ ചെയ്താൽ ദുബായിലെ നിയമം കടുത്ത ശിക്ഷയാണ് നൽകുന്നത്. വലിയ പിഴയും ജയിൽ ശിക്ഷയുമൊക്കെ ഉറപ്പാണ്. ഈ കർശനമായ നിയമം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ സ്വർണ്ണ തട്ടിപ്പുകളും വളരെ കുറവാണ്. ഈ വിശ്വാസ്യത കാരണമാണ് ഇന്ത്യക്കാർ മാത്രമല്ല പാകിസ്ഥാൻ, ബ്രിട്ടൻ, സൗദി അറേബ്യ തുടങ്ങി ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളവർ ദുബായിൽ വന്ന് സ്വർണം വാങ്ങുന്നത്. പക്ഷേ ഇന്ത്യൻ കസ്റ്റംസ് നിയമപ്രകാരം വിദേശത്ത് നിന്ന് സ്വർണം കൊണ്ടുവരുന്നതിന് കൃത്യമായ പരിധികളുണ്ട്.
ഇത് പ്രധാനമായും ആഭരണങ്ങളുടെ രൂപത്തിലുള്ള സ്വർണത്തിനാണ് ബാധകം. ഒരു വർഷത്തിലധികം വിദേശത്ത് താമസിച്ച ഒരു ഇന്ത്യൻ സ്ത്രീക്ക് 40 ഗ്രാം വരെ ഏകദേശം 5 പവൻ സ്വർണ്ണാഭരണങ്ങൾ നികുതിയില്ലാതെ അഥവാ ഡ്യൂട്ടി ഫ്രീ ആയി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം. എന്നാൽ ഇതിൻ്റെ ആകെ മൂല്യം 1 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. അതുപോലെ ഒരു പുരുഷനാണെങ്കിൽ 20 ഗ്രാം വരെ ഏകദേശം 2.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ നികുതിയില്ലാതെ കൊണ്ടുപോകാം. ഇതിൻ്റെ മൂല്യം 50,000 രൂപയിൽ താഴെയായിരിക്കണം. ഈ ഇളവ് സ്വർണ്ണാഭരണങ്ങൾക്ക് മാത്രമാണുള്ളത്. അതായത് സ്വർണ്ണ ബിസ്ക്കറ്റോ നാണയങ്ങളോ എത്ര ചെറിയ അളവിൽ കൊണ്ടുവന്നാലും അതിന് കൃത്യമായ കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരും. നിശ്ചയിച്ചിട്ടുള്ള ഈ പരിധിക്ക് മുകളിൽ സ്വർണം കൈവശമുണ്ടെങ്കിൽ വിമാനത്താവളത്തിലെ റെഡ് ചാനൽ വഴി അത് റിപ്പോർട്ട് ചെയ്യുകയും ആവശ്യമായ നികുതി ഒടുക്കുകയും വേണം. അല്ലാത്ത പക്ഷം പിഴയോ നിയമ നടപടികളോ നേരിടേണ്ടി വന്നേക്കാം. ഏതായാലും എന്തുകൊണ്ടാണ് ദുബായ് ഗോൾഡൻ സിറ്റി ആയതെന്നും നമ്മുടെ ഇന്ത്യയിലേക്ക് കൂടുതലായി സ്വർണം കൊണ്ടുവരാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നും എങ്ങനെയാണ് ഭൂമിക്കടിയിൽ സ്വർണം ഉണ്ടാകുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ദുബായിൽ പോയി സ്വർണം വാങ്ങിച്ചിട്ടുള്ളവരുടെ എക്സ്പീരിയൻസും കമൻറ്റിൽ പങ്കുവെക്കാൻ മറന്നുപോകരുത്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ മാർക്കറ്റ് വോൾഫ് ആപ്പിന് ഇപ്പോൾ തന്നെ 2 മില്യണിലധികം ഡൗൺലോഡ്സ് ഉണ്ട്. സോ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.